ഹായ് ഹലോ. ഇന്നലെ വെങ്ങാനൂർ ശ്രീ നീലകേശി ഭദ്രകാളി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവമായിരുന്നു. ഞങ്ങളും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കടുത്ത വേനൽക്കാലത്തും എല്ലാവരും ഭക്തിയോടുകൂടി ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. തീയുടെ ചൂടും വെയിലും കാരണം എല്ലാവരും ഇപ്പോഴേ തന്നെ ആകെ വേർത്തു തുടങ്ങി. പൊങ്കാല തിളയ്ക്കുമ്പോൾ മനസ്സിലെ ആഗ്രഹങ്ങൾ ദേവിയോട് പറഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അതൊക്കെ നടക്കുമെന്നാണല്ലോ നമ്മുടെ വിശ്വാസം. എല്ലാവരുടെ പൊങ്കാലയും തിളച്ചു തുടങ്ങി. കൂട്ടത്തിൽ ഞങ്ങളുടെ പൊങ്കാലയും തിളച്ചു. ഞങ്ങൾ 2 പൊങ്കാലയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ചൂടും വെയിലും കൊണ്ട് ആരതി പകുതിയായി. എന്നിട്ടും അവളിങ്ങനെ ചിരിച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ പൊങ്കാലയുടെ വൈബുള്ളിലുള്ളത് കൊണ്ട് ഞാനും അങ്ങ് പിടിച്ചു നിന്നു എന്നേ ഉള്ളൂ. എന്നാലും വേനലായാലും മഴയായാലും വ്രതശുദ്ധിയോടെ പൊങ്കാല ഇടുക എന്നത് അതൊരു വേറൊരു അനുഭവമാണ്. അതൊരു വേറൊരു ഫീലാണ്. സത്യം പറഞ്ഞാൽ തണുത്തതായിട്ട് എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലതവണ ആഗ്രഹിച്ചു. കാരണം അത്രയ്ക്കും ചൂട് കാരണം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു തണലത്ത് മാറി നിൽക്കുമായിരുന്നു കുറച്ച് നേരം. അപ്പോഴേക്കും കുറച്ച് തണ്ണിമത്തൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചപ്പോൾ കുറച്ച് എനർജിയൊക്കെ കിട്ടി. ഏകദേശം പൊങ്കാല റെഡിയാവാനായി. ഞാൻ അപ്പോഴത്തേക്കും മുന്തിരി ചേർക്കാൻ തുടങ്ങുമായിരുന്നു. കണ്ണിനുള്ളിൽ പുക കയറിയിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ മുന്തിരി പാകത്തിനിട്ടു. ആദ്യം വിചാരിച്ചത് കുറച്ച് മുന്തിരി ഇട്ടാൽ മതി എന്നായിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് മുഴുവനായിട്ടിട്ടു. വിയർപ്പും കണ്ണുനീരും കാരണം ഫേസൊക്കെ വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും റെഡിയായ പൊങ്കാലയിൽ വാഴയില വെച്ച് മൂടി വയ്ക്കാനുള്ള തിരക്കിലായിരുന്നു ആരതി. ശരിക്കും പൊങ്കാല നല്ലോണം റെഡിയായിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെ പൂജാരി പൊങ്കാല നേദിക്കാനായിട്ട് വന്നു. ഞങ്ങളുടെ പൊങ്കാലയെ നേദിച്ചതിന് ശേഷം ഞങ്ങളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുമായിരുന്നു. ഞങ്ങളുടെ ഒരു പൊങ്കാല പാൽപ്പായസമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ നേരെ ഓഡിറ്റോറിയത്തിൽ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഏകദേശം 1 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത്. അപ്പോഴേക്കും ആരതി ഗെയിം കളിക്കാൻ തുടങ്ങി. ഞാനിവിടെ വെറുതെ വായി നോക്കി നിൽക്കുമായിരുന്നു. 3 മണിയായി ഈ അന്നദാനം ഞങ്ങൾ കണ്ണിലൊന്ന് കണ്ടിട്ട്. എന്നിട്ടും ചോറ് വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈനലി നമ്മുടെ ചോറ് എത്തിയിട്ടുണ്ട്. ചോറ് മാത്രമല്ല കറിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അന്നദാനം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പൊങ്കാലയായിട്ട് വീട്ടിലേക്ക് പോയി. പിന്നീട് ഞങ്ങൾ വൈകിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അമ്പലത്തിലേക്ക്. ഇന്ന് മാത്രമല്ല, ഇതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലും നാടകവും ഡാൻസ് പ്രോഗ്രാമും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ഫ്ലൈയിങ് സ്റ്റാർസിൻ്റെ ഡാൻസ് പ്രോഗ്രാമും മയൂര ഡാൻസ് ടീമിൻ്റെ ഡാൻസ് പ്രോഗ്രാമും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചത് കാരണം അമ്പലം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശ്രീ നീലകേശി അമ്മയുടെ 7 ദിവസത്തെ പൊങ്കാല മഹോത്സവം അവസാനിക്കുന്നത് താലപ്പൊലിയോടുകൂടിയ കളങ്കാവലിലാണ്. ബാലികമാർ താലപ്പൊലി ഏന്തി അമ്പലമുറ്റത്തെത്തുമ്പോൾ ദേവിയുടെ തിരുമുടി ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ചുവടുവെച്ച് താലപ്പൊലിയുമായി ക്ഷേത്രത്തെ വലം വയ്ക്കും. അതാണ് കളങ്കാവൽ. ദേവിയുടെ ആ വരവ് കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളിൽ ദൈവീക ചൈതന്യം ഉണർത്തുന്നു. ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞ ആ നിമിഷങ്ങളിൽ ഭക്തജനങ്ങൾ കൂപ്പുകൈയോടെ ദേവിയെ വണങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 10ാമത്തെ വലംവയ്ക്കലോടുകൂടി ദേവി സർവ്വ ഐശ്വര്യങ്ങളും ജനങ്ങൾക്ക് നൽകി അമ്പലത്തിനുള്ളിലേക്ക് മടങ്ങിപ്പോകുന്നു. പിന്നീട് ഇനി അടുത്ത പൊങ്കാല മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്.